കൊപ്ര വില റെക്കോർഡിലെത്തിയതോടെ വെളിച്ചെണ്ണയാട്ടി വിൽപ്പന നടത്തുന്ന മില്ലുടമകൾ പ്രതിസന്ധിയിൽ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് 30 രൂപയിലധികമാണ് കൊപ്രയ്ക്ക് വർദ്ധിച്ചത്. നിലവിലെ വിലയ്ക്ക് എണ്ണയാട്ടി വിൽപ്പന നടത്തുക ലാഭകരമല്ലെന്നാണ് മില്ലുടമകൾ പറയുന്നത്. ഓണക്കാലത്തിന് മുമ്പ് വരെ 112 രൂപയായിരുന്നു 1 കിലോ കൊപ്രയുടെ വില. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് 30 രൂപയിലധികം വില വർദ്ധിച്ച് 1 കിലോ 185 രൂപയായി. ഇതോടെ പ്രതിസന്ധിയിലായത് വെളിച്ചെണ്ണയാട്ടി വിൽപ്പന നടത്തുന്ന മില്ലുടമകളാണ്. കിലോയ്ക്ക് 285 രൂപയ്ക്കാണ് ആട്ടിയ വെളിച്ചെണ്ണ മില്ലുടമകൾ വിൽപ്പന നടത്തുന്നത്. 1 കിലോ കൊപ്രയിൽ നിന്നും ശരാശരി 600 ഗ്രാം വെളിച്ചെണ്ണയാണ് ലഭിക്കുക. കൊപ്രയാട്ടുന്ന ചിലവ് ഉൾപ്പെടെ കണക്കുകൂട്ടിയാൽ ഇപ്പോഴത്തെ കൊപ്ര വിലയിൽ വെളിച്ചെണ്ണയാട്ടി വിൽപ്പന നടത്തുക നഷ്ടമെന്ന് മില്ലുടമകൾ പറയുന്നു. ഇപ്പോൾ 155 വെളിച്ചെണ്ണയുടെ വില 285. ഓണത്തിന് മുൻപ് 220 ഉണ്ടായിരുന്നു വെളിച്ചെണ്ണയുടെ വില. ഓണത്തോടുകൂടി 245 250 ഇപ്പോൾ കൂടി 285 വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ലാഭം കൂടി കിട്ടാറില്ല. നമ്മൾ 155 രൂപ കൊടുത്ത് കൊപ്ര മേടിച്ച് ആട്ടുകൂലിയും കഴിഞ്ഞ് നമുക്ക് 600 ഗ്രാം എണ്ണ പോലും കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ 280 കൂടുതൽ വില വരുന്ന സാഹചര്യത്തിൽ ലാഭം ഇല്ലാതെ ആട്ടുകൂലി പോലും കിട്ടാനുള്ള ചാൻസ് ഇല്ലാതെ ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത്. കൊപ്രയുടെ ഇപ്പോഴത്തെ വില തുടർന്നാൽ വെളിച്ചെണ്ണയുടെ വില ഇനിയും വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും മില്ലുടമകൾ പറയുന്നു. ഇത് വിൽപ്പനയെ ബാധിക്കും. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയില്ലാത്തതും മായം കലർന്നതുമായ പാക്കറ്റ് വെളിച്ചെണ്ണ വിപണിയിൽ സജീവമാണ്. കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്ന വെളിച്ചെണ്ണയുടെ ഗുണമേന്മ പരിശോധിക്കുന്ന നടപടികൾ കർശനമാക്കണമെന്നും മില്ലുടമകൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.